മലങ്കര സഭയെ 43 വർഷക്കാലം ഭരിച്ച 6-ാം മർത്തോമ, 8-ാം മർത്തോമ, മലങ്കര സഭയുടെ കാതോലിക്ക രത്നദീപം പുണ്യശ്ലോകനായ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സീനോസ് എന്നീ പിതാക്കന്മാരുടെ അദൃശ്യ സാന്നിധ്യം ഈ വിശുദ്ധ ദേവാലയത്തിൽ അനുഭവവേദ്യമാണ്. AD 1897 പുത്തൻകാവ് ഗ്രാമത്തിലെ കിഴക്കേ തലക്കൽ കുടുംബത്തിൽ പൂജാതനായി പിന്നീട് മലങ്കര സഭയുടെ ഗാനഗോകുലമായി മാറിയ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ മാർ പീലക്സിനോസ് ഗായക സംഘം തിരുമേനിയുടെ സ്മരണാർത്ഥം 2013 മുതൽ എല്ലാ വർഷവും നടത്തിവരുന്ന അഖില മലങ്കര ഗായക സംഘ മത്സരമാണ് മസമൂർ. ഈ സംഗീത വിരുന്നിലേക്ക് ആഗതരായിരിക്കുന്ന ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മസമൂർ 2015 കൂടുതൽ പകിട്ടേകുന്നത് തൻ്റെ കലാപ്രതിഭ കൊണ്ട് മലയാള സംഗീത ലോകത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ജെറി അമൽദേവ് സാറിൻ്റെ വിശിഷ്ട സാന്നിധ്യമാണ്. അദ്ദേഹത്തെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും മസമൂർ 2015 വിനയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളും. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനത്തിനായി മാർ പീലക്സീനോസ് കൊയറിനെ ക്ഷണിച്ചു. നിർദ്ദേശങ്ങളും സഹായവും എപ്പോഴും നൽകുന്ന ഇടവകയുടെ സഹവികാരി ബഹുമാനപ്പെട്ട ജാൾസൺ പി ജോർജ് അച്ഛനെ മസമൂർ 2015 സ്വാഗതം ആശംസിക്കുന്നതിനായി സദയം ക്ഷണിച്ചുകൊള്ളും. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ചരിത്രമുറങ്ങുന്ന പുത്തൻകാവിൻ്റെ മണ്ണിൽ ഈ പുണ്യ ദേവാലയത്തിൽ കബറടങ്ങിയിരിക്കുന്ന 6-ാം മർത്തോമ, 8-ാം മർത്തോമ, കാതോലിക്കേറ്റ് രത്നദീപം പുത്തൻകാവിൽ കൊച്ചു തിരുമേനി ഈ പുണ്യപിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് ആണ്ടുതോറും നടത്തി വരാറുള്ള പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ സ്മരണാർത്ഥം നടത്തിവരുന്ന മസമൂർ എന്ന ഗാന നിമിഷത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ നിമിഷത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ സഭയുടെ വ്യക്തമായ നേതൃത്വത്തിൻ്റെ അനുഭവമായി പുത്തൻകാവ് കൊച്ചു തിരുമേനി നിൽക്കുമ്പോൾ ഗാനഗോകുലമായി അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്മരണയെ നിലനിർത്തുവാൻ വേണ്ടി മാർ പീലക്സീനോസ് ഗായക സംഘവും അഭിമന്യ തിരുമനസിൻ്റെ നാമത്തിലുള്ള മാർഫ UAE ചാപ്റ്ററും കൂടെ സംയുക്തമായി ചേർന്ന് നടത്തുന്ന മസമൂർ 2015 മൂന്നാമത്തെ വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഈ യോഗത്തിന് അധ്യക്ഷതാ പദവി അലങ്കരിക്കുന്നത് പുത്തൻകാവ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ വികാരിയും എല്ലാ പ്രവർത്തന മേഖലകളിലും മുന്നണി പോരാളിയെ പോലെ മുന്നിട്ടിറങ്ങി എല്ലാ ആധ്യാത്മിക സംഘടനകൾക്കും ഇടവക ജനങ്ങൾക്കും ആത്മീയവും ഭൗതികമായ ഒരേ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട രാജൻ വർഗീസ് അച്ഛനാണ്. അച്ഛൻ്റെ തീക്ഷണമായ ആലോചനയും പൂർണ്ണബുദ്ധിയും ഏറ്റവും എടുത്തു പറയേണ്ടതായ സംഗതികളിൽ ഒന്നു തന്നെയാണ്. ഇന്ന് ഈ വേദിക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഇടവകയുടെ വികാരിയെ ഔപചാരികതയുടെ പേരിൽ എല്ലാവരുടെയും പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളു. മസമൂർ 2015
എന്ന പ്രോഗ്രാമിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ്. ഒരു കാലഘട്ടങ്ങളിൽ മലയാള സിനിമാ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച 3 സംസ്ഥാന അവാർഡുകളിന് അർഹനായി ശ്രീ ജെറി അമൽദേവ് എന്ന വ്യക്തിത്വം. 1000 കണ്ണുമായി എന്ന ഗാനം ഇന്ന് മലയാളി എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഒരു കാലഘട്ടങ്ങളിലുള്ള എല്ലാ മലയാള സിനിമകളിലും ഇന്നോളം അദ്ദേഹം അനവധി സംഗീത വേദികളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വേദി ധന്യമാക്കി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട സാറിനെ ലഭ്യമായി എന്നുള്ളത് ഈ മസ്മൂർ 2015 ഈ വേദിയും ഇടവകയും ഒക്കെയും ധന്യമായി എന്നുള്ളത് ഈ നിമിഷത്തിൽ ഓർത്തുകൊണ്ട് 2015 മസ്മൂർ എന്ന പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജെറി അമൽദേവ് സാറിനെ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളും. ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥി എന്ന നിലയിലും ചെങ്ങന്നൂരിൻ്റെ ഭരണ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട PC വിഷ്ണുനാഥ് MLA ആണ്. തിരക്കുകൾക്കിടയിലും ഇടവകയുടെ എല്ലാ പ്രോഗ്രാമുകളിലും ബഹുമാനപ്പെട്ട സാറിൻ്റെതായ എല്ലാ പങ്കാളിത്തവും നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. ബഹുമാനപ്പെട്ട PC വിഷ്ണുനാഥ് MLA ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗങ്ങൾ നിർവഹിക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്നത് ഇടവകയുടെ അരുമ സന്താനവും ചെങ്ങന്നൂർ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ കൂടിയായിരിക്കുന്ന ശ്രീമതി വത്സമ്മ എബ്രഹാമാണ്. തൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ ആധ്യാത്മികവും ഭൗതികമായ രംഗങ്ങളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി വത്സമ്മ എബ്രഹാമിനെ ആശംസാ പ്രസംഗത്തിന് വേണ്ടിയും ഈ യോഗത്തിലേക്കും ഹാർദവമായി സ്വാഗതം ചെയ്തു. യുവത്വത്തിൻ്റെ പ്രതീകമായി മുത്തങ്കാവ് കത്തീഡ്രലിൻ്റെ ട്രസ്റ്റി പദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ജോസ് കെ അവറുകളാണ്. ഭരണ സമിതി അംഗമായി ഈ ഇടവകയുടെ പ്രവർത്തന മേഖലയിൽ മുന്നിട്ടിറങ്ങി അതുപോലെ തന്നെ സാമൂഹിക മേഖലകളിലും ഒക്കെയും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടവകയുടെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട ശ്രീ ജോസ് കെ ജോർജ് അവറുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മ പെരുന്നാളിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ബാബു അലക്സാണ്ടർ സാമൂഹിക മേഖലകളിൽ സാറിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതായ സംഗതികളിൽ ഒന്ന് തന്നെയാണ്. അശരണർക്കും ആശ്രയം മറ്റവർക്കും അത്താണിയായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഇന്ന് കേരളത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുവാനായിട്ട് ശ്രീ ബാബു അലക്സാണ്ടർ സാറിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. പുത്തങ്കാവൽ കൊച്ചു തിരുമേനി എന്ന നാമം കേൾക്കുമ്പോഴും പുത്തങ്കാവ് കത്തീഡ്രൽ എന്ന നാമം ഉച്ചരിക്കുമ്പോഴും ചോര തിളയ്ക്കുന്ന എല്ലാവരേക്കാൾ ഉപരിയായി ഒരു വ്യക്തിത്വമാണ് ഈ സംയുക്ത ഓർമ്മ പെരുന്നാളിൻ്റെ ജനറൽ കൺവീനറായിരിക്കുന്ന ശ്രീ സുനിൽ പി ഉമ്മൻ സാർ. ശ്രീ സുനിൽ പി ഉമ്മൻ സാർ എല്ലാ പ്രവർത്തന മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാന്യ സുനിൽ പി ഉമ്മൻ സാറിനെയും ഈ മസ്മൂർ 2015 പ്രോഗ്രാമിനെ ആശംസകൾക്ക് അർപ്പിക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ആധ്യാത്മിക രംഗങ്ങളിൽ പ്രത്യേക പ്രസംഗ മേഖലയിലൊക്കെയും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഇടവകയുടെ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ജോർജ് ഇന്ന് നമുക്ക് ആശംസ അർപ്പിക്കുവാനായിട്ട് ഈ വേദിയിൽ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇടവകയുടെ സെക്രട്ടറി ശ്രീ ജോസഫ് ജോർജ് അവകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഈ ഒരു മസ്മൂർ 2015 എന്ന പ്രോഗ്രാം ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ അത് വളരെയേറെ അഭിമാനമുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം പുറകിൽ വളരെയേറെ ശക്തമായ ഒരു നേതൃത്വ നിര തന്നെയുണ്ട്. ബഹുമാനപ്പെട്ട എബ്രഹാം തോമസ് സാറാണ് ഈ കൊയറിൻ്റെ മാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട എബ്രഹാം തോമസ് സാറാണ്. സാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിധികർത്താക്കളായിട്ട് ക്ഷണിക്കപ്പെട്ട് കടന്നു വന്ന പ്രിയപ്പെട്ടവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രാർത്ഥനയോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് അവർ, അതുപോലെ ഇടവകയുടെ നല്ലവരായ ഇടവക ജനങ്ങളായി ക്ഷണിക്കപ്പെട്ട് അല്ലെങ്കിൽ കടന്നു വന്നിട്ടുള്ള എല്ലാവരും, അതോടൊപ്പം വ്യത്യസ്തമായ ഇടവകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കടന്നു വന്ന ഈ മസ്മൂർ 2015 എന്ന പ്രോഗ്രാം ധന്യമാക്കുവാനായി മത്സരാർത്ഥികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ലോകത്തിൻ്റെ എല്ലാ മേഖലകളിൽ ഇരുന്നുകൊണ്ട് ഇതേ സമയത്ത് തന്നെ ഈ പ്രോഗ്രാം വീക്ഷിക്കുവാനായിട്ട്
മാധ്യമ സംഘങ്ങളായി കടന്നു വന്നിരിക്കുന്ന ഗ്രിഗോറിയൻ ചാനലിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതോടൊപ്പം ക്ലിയർ സ്റ്റുഡിയോയുടെ പ്രിയ സുഹൃത്തുക്കൾ, മാധ്യമ പ്രവർത്തകരെയും ഈ മസമൂർ 2015 പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇതിൻ്റെ ഈ പ്രവർത്തനം ഇന്ന് മസമൂർ 2015 എന്ന പ്രോഗ്രാം ഇവിടെ അരങ്ങേറുമ്പോൾ ഒരു കൂട്ടം യുവസുഹൃത്തുക്കളുടെ അക്ഷീണമായ പ്രവർത്തനമുണ്ട്. മാസങ്ങൾക്ക് മുമ്പേ അവരുടെ ഊണും ഉറക്കവും ഒഴിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം യുവസുഹൃത്തുക്കൾ, അവരുടെ പേരുകൾ എടുത്ത് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ യുവ സുഹൃത്തുക്കളോടുള്ളതായ നന്ദിയും അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മാർ പീലക്സിനോസ് ഗായിക സംഘ അംഗങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഇടവകയുടെ വികാരിയും മാർ പീലക്സിനോസ് സ്ക്വയറിന്റെ പ്രസിഡന്റും ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട രാജൻ വർഗീസ് അച്ഛനാണ്. വളരെയധികം തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഇടവകയിലെ ആത്മീയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകുവാൻ അച്ഛന് സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട അച്ഛനെ വിനയപൂർവ്വം ക്ഷണിച്ചോളൂ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദിയിൽ ലൂയിസായിരിക്കുന്ന ഏറ്റവും ബഹുമാനായ ജാൻസൺ ബി ജോർജ് അച്ഛൻ, ഇന്നത്തെ മസ്മൂർ ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ബഹുമാന്യനായിരിക്കുന്ന സംഗീത സംവിധായകൻ ജെറി അമൽദേവ് സാറ്, ഇന്നത്തെ വിശിഷ്ടാതിഥി മുഖ്യാതിഥി PC വിഷ്ണുനാഥ് MLA, ഇടവകയുടെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട ജോർജ് അവറുകൾ, നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ വത്സമ്മ എബ്രഹാം, സംയുക്ത പെരുന്നാളിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബാബു അലക്സാണ്ടർ സാർ, അതിൻ്റെ ജനറൽ കൺവീനറായിരിക്കുന്ന ബഹുമാനപ്പെട്ട സുനിൽ P. ഉമ്മൻ അവറുകൾ, കൊയർ മാസ്റ്റർ ബഹുമാനപ്പെട്ട എബ്രഹാം തോമസ്, ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഇടവക ജനങ്ങളെ, കൊയർ മത്സരത്തിൽ പങ്കെടുക്കുവാൻ തക്കോണം വന്നിരിക്കുന്ന ഗായകസംഘ ടീം അംഗങ്ങളെ, യുവജന പ്രസ്ഥാന പ്രവർത്തകരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. പുത്തങ്കാവ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം ചരിത്രമുറങ്ങുന്ന ഒരു ദേവാലയമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുണ്യശ്ലോകനായ വലിയ മാർ ദിവന്നാസിയോസ് 6-ാം അർത്ഥവുമായാൽ സ്ഥാപിതമായ ഈ ദേവാലയം പിതാക്കന്മാരുടെ മഹനീയമായ സാന്നിധ്യത്താൽ അനുഗ്രഹീതമാണ്. 6-ാം മാർത്തോമ, 8-ാം മാർത്തോമ, സഭയുടെ ഗാനഗോകുലം പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി, ഈ 3 പുണ്യപിതാക്കന്മാരുടെ അനുഗ്രഹീതമായ കബറുകളും സാന്നിധ്യവും പുത്തങ്കാവ് ഇടവകയ്ക്ക് മാത്രമല്ല ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി ആത്മീയ നിറസാന്നിധ്യമായി പരിലസിക്കുന്നുവെന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതായ ഒരു സംഗതിയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ മലങ്കര സഭയുടെ എല്ലാമായി തെക്ക് നിന്നും വടക്കോട്ടും വടക്കു നിന്ന് തെക്കോട്ടും അക്ഷീണ പ്രയത്നം ചെയ്ത് ഓടി അധ്വാനിച്ച പുണ്യപിതാവാണ് ഗീവർഗീസ് മാർ പീലക്സിനോസ് പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി. അദ്ദേഹത്തിൻ്റെ സ്വരമാധുര്യവും അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ഔന്നത്യത്വമൊക്കെ എന്നും മലങ്കര സഭയിൽ ഉയർന്നു നിൽക്കുന്ന ശബ്ദമാണ് അന്നും ഇന്നും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ പുണ്യപിതാവിനെ സ്മരിച്ചുകൊണ്ടാണ് മസ്മൂർ എന്ന് പറയുന്ന ഈ ഗാന ഉപകാരം ഇന്നിവിടെ സമർപ്പിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകൾ മാറ്റുകൾ ഇവിടെ ഉരയ്ക്കുമ്പോൾ അത് ആ പുണ്യപിതാവ് സന്തോഷിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ പിതാവിൻ്റെ നാമത്തെ സ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ചടങ്ങ് അനുഗ്രഹമാകട്ടെ എന്ന് അമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പുത്തങ്കാവിടവക ഇങ്ങനൊരു സംരംഭം നടത്തുമ്പം അഖില മലങ്കര അടിസ്ഥാനത്തിൽ മലങ്കരയിലെ വിവിധ ദേവാലയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഗായക സംഘത്തിൻ്റെ ഈ മത്സരമെന്ന് പറയും. അതിൽ എത്ര ടീമുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതല്ല, അതിലുപരിയായി മലങ്കര സഭയിലെ ദേവാലയങ്ങളിലെ ഗായക സംഘങ്ങൾക്കൊരു പ്രചോദനമായി ഈ മത്സരം നിൽക്കുന്നു എന്നുള്ളത്
വളരെയധികം സന്തോഷം തരുന്ന ഒന്നാണ്. മത്സരത്തിന് ആളുകളെ വിളിക്കുമ്പോൾ അവർ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ മടിക്കുകയാണ്. കാരണം ഇവിടെ നടക്കുന്ന മത്സരം വളരെ കോമ്പറ്റീറ്റീവാണ് എന്നുള്ള ബോധ്യം കൊണ്ട് പല ആളുകൾക്കും സംബന്ധിക്കുന്നതിന് പ്രയാസമുണ്ടാകുന്നു എന്നുള്ളതും അറിയാനായിട്ട് കഴിയുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ വർഷം വളരെ വിലപ്പെട്ടതായ ഒരു ക്രമീകരണം ഇവിടെ ചെയ്യുവാനും വളരെ ഭംഗിയായി ചിട്ടയായി ആ കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ എല്ലാവർക്കും സാധിച്ചു എന്നുള്ളത് ഈ സമയത്ത് സ്മരിക്കുകയാണ്. ഈ വർഷവും കടന്നു വന്നിരിക്കുന്ന ടീമുകളെ അതിൻ്റെ ആ ആത്മീയമായ ആ ഒരു ഒരുക്കത്തോടു കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇത് ഒരു വെറും മത്സരമായിട്ട് കാണണ്ട. ഇതിൻ്റെ മധ്യത്തിൽ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ ആ അതിശ്രേഷ്ഠമായ നാമവും അദ്ദേഹത്തിൻ്റെ ഗാനവും സംഗീതവും അദ്ദേഹത്തിൻ്റെ ആരാധന വൈഭവവും ഒക്കെ ഇന്നിവിടെ ഈ സമയത്ത് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണ്. അത്തരത്തിൽ പുത്തൻകാവ് ഇടവക ഇത് ക്രമീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും കൊച്ചു തിരുമേനി സന്തോഷിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ധാരാളം ആളുകൾ ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ദേശത്തും വിദേശത്തുമായുള്ള ധാരാളം ആളുകളുടെ അകവഴിഞ്ഞ സഹായങ്ങളും സഹകരണങ്ങളും ഇതിൽ ലഭിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ നാമം അത് അനശ്വരമായി നിലനിൽക്കണം എന്നുള്ള ചിന്തയിൽ കൂടി അതിൻ്റെ പ്രവർത്തകരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പുത്തൻകാവ് ഇടവക ധന്യയാണ്. അത് കൂടുതലായി ദൈവസന്നിധിയിലേക്ക് അതിൻ്റെ പ്രയാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഞാൻ അധ്യക്ഷ വാക്കുകൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ അനുഗ്രഹീതമായ ദിവസം നമുക്ക് ഒന്നുചേരുവാൻ ദൈവം അവസരം തന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും സഹായിക്കുന്നവരും സഹകരിക്കുന്നവരും പങ്കെടുക്കുന്നവരും എല്ലാ തരത്തിലുള്ള പ്രിയപ്പെട്ടവരെയും ദൈവം മുമ്പാകെ സമർപ്പിച്ച് അവരോടുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്. അടുത്തതായി എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ജെറി അമൽദേവ് സാറാണ്. ഏതാണ്ട് വൈദിക സെമിനാരി പഠിക്കുന്ന കാലം എനിക്ക് 22 വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു. വൈദിക സെമിനാരി പഠിക്കുന്ന അവസരത്തിൽ വൈദിക സെമിനാരി വിദ്യാർത്ഥികൾക്ക് സംഗീത അഭിരുചി ഉണ്ടാക്കിയെടുക്കുവാൻ തക്കവണ്ണം സെമിനാരി ആ കാലഘട്ടത്തിൽ ക്രമീകരണം ചെയ്ത അവസരത്തിൽ അന്ന് സെമിനാരിയിൽ വന്ന് സംഗീതം അഭ്യസിപ്പിച്ച അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തി തന്ന ഒരു മാന്യ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജെറി അമൽദേവ് സാർ. അന്നത്തെ ഒരു പരിചയം എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, സാറിനെ കേരളക്കാരനാണല്ലോ, ഇനി എങ്ങനെയാണ് ജെറി അമൽ ദേവ് എന്നുള്ള പേര് വന്നതെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജെറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടും, പക്ഷെ കേരളത്തിന് പുറത്തോട്ട് ചെന്നാൽ ഹിന്ദിക്കാരും മറ്റാളുകളും ഒക്കെയാണ്, അവിടെ ഈ പേരത്ര എറിക്കത്തില്ല, അതുകൊണ്ട് അവർ കൊടുത്ത പേരാണ് അമൽദേവൂടെ എന്ന് അദ്ദേഹം പറഞ്ഞു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. അദ്ദേഹം അന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ജെറി അമൽദേവ് എന്നുള്ള ഒരു അപരനാമത്തിൽ ഇന്ന് സംഗീത ലോകത്ത് അറിയപ്പെടുന്ന ശ്രേഷ്ഠ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ജെറി അമൽദേവ് സാർ എന്നുള്ളത് ഞാൻ ഇത്തരണത്തിലൊന്ന് സ്മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ആദരവോടെ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലോകമെമ്പാടും ഇന്ത്യൻ സംഗീതത്തിൻ്റെ ശ്രേഷ്ഠത തൻ്റെ സംഗീത ജീവിതത്തിൽ കൂടി അറിയിച്ച് ഭാരത സംഗീതത്തെ അതിൻ്റെ അത്യുച്ച കോടിയിലെത്തിച്ച നമ്മുടെ പ്രിയ മലയാളത്തിൻ്റെ മകനായ ശ്രീ ജെറി അമൽദേവ് സാർ കേരള സ്റ്റേറ്റ് അവാർഡ് 3 തവണ ലഭിക്കുകയും താൻ ജീവൻ കൊടുത്ത എല്ലാ ഗാനങ്ങളും ഇന്നും ജനഹൃദയങ്ങളിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് 1000 കണ്ണുമായി എന്ന മനോഹരമായ ഗാനം. സാറിനെ ഞങ്ങളുടെ ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്കും മസമൂർ ഗാന മത്സരത്തിൻ്റെ ഉദ്ഘാടനത്തിനായും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Dear Reverend Fathers, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സംഗീതത്തോട് ഇത്ര സ്നേഹം കാണിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഏവരുമേ നമസ്കാരം. ഞാൻ വെറും ഒരു പാട്ടുകാരനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. എന്നാലും സംഗീതപരമായിട്ട് 1-2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കൊച്ചു വർത്തമാനം എന്ന നിലയിൽ ഈ പള്ളിയെപ്പറ്റിയും ഇവിടുത്തെ സംഗീത പാരമ്പര്യത്തെപ്പറ്റിയും നമ്മൾ കേട്ട് കഴിഞ്ഞു. നിങ്ങൾ എന്നെ ക്ഷണിച്ചിരിക്കുന്നത് സിനിമാ സംഗീത സംവിധായകനാണെന്നുള്ള നിലയിലാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്തിനാ സിനിമാക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്?
അല്ലെങ്കിൽ മന്ത്രിമാരെ എന്തിനാ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്? പക്ഷെ ഞാൻ മനഃപൂർവ്വം ഇവിടെ വന്നു. ബിക്കോസ് എൻ്റെ മ്യൂസിക് വളർന്നത് പള്ളിയിൽ കൂടിയാണ്. ഞാൻ ചെറുപ്പം മുതലേ പള്ളിയിൽ പാട്ട് പാടി. പുരാതനമായ റോമൻ സംഗീതമായ ഗ്രെഗോറിയൻ ചാൻഡ് പാടി. ആ ചാൻഡ് വന്നത് യഹൂദന്മാരുടെ സംസ്കാരത്തിൽ നിന്നും, അന്ത്യോക്യയിൽ നിന്നും, എഫെസസിൽ നിന്നും, ഏഷ്യ മൈനറിൽ നിന്നും, ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നുമൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് അത് റോമിൽ പോയി വേറൊരു ശാഖയായി, ഒരു ഭക്തി ഗാനശാഖയായി വളർന്നു. അതാണ് എൻ്റെ റൂട്ട്. Therefore, I am very happy to be here on this occasion, not as a music director of some third-rate films. What kind of films are we making in Kerala? I am very clear on this point because our films have gone to the dogs, I am telling you. There is nothing nowadays worth watching. There is no subject, there is no technique, there is no knowledge. Something is going on, that's all. So, I would like to keep myself clear of that track. Music, you people are singing wonderful religious music. Your involvement in such an attempt, പാട്ട് പാടാനുള്ള നിങ്ങളുടെ ആഗ്രഹവും അതിനുവേണ്ടി നിങ്ങൾ കാഴ്ചവെക്കുന്ന സാക്രിഫൈസസും ത്യാഗങ്ങളും ഒക്കെ വളരെ ശ്രദ്ധ അർഹിക്കുന്നു. നിങ്ങളതിന് വില കൊടുക്കണം. നിങ്ങൾ ഈ സംഗീതത്തിന് വേണ്ടി യു ആർ കമ്മിറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ്, യു ആർ കമ്മിറ്റഡ് ടു ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ എവറിഥിങ് കണക്റ്റഡ് വിത്ത് ചർച്ച് സിംഗിങ്. ആൻഡ് ഇങ്ങനെയുള്ള പാർട്ടിസിപ്പേഷന് പ്രിപ്പറേഷൻ അത്യാവശ്യമാണ്. ഓടി വന്നിട്ട് ഓർഗണങ്ങ് തുറന്നു വെച്ചുകൊണ്ട് ബഹളം കൂട്ടി എന്തെങ്കിലും പേപ്പറൊക്കെ മറിച്ച് ഒരു പാട്ട് പാടിയാൽ ശരിയായില്ല. പ്രിപ്പറേഷൻ വേണം. തലേ ദിവസം തന്നെ ആലോചിക്കണം നമ്മൾ എന്താണ് ഇന്ന സമയത്ത് പാടാൻ പോകുന്നത്, അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, പ്രാക്ടീസ് ചെയ്ത പാട്ടുകൾ പാടണം. അല്ലെങ്കിൽ ഈ ക്വയർ എന്ന് പറയുന്ന സംഘത്തിൻ്റെ ആവശ്യകത എന്താണെന്നും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ക്വയറാണോ പള്ളിയിൽ പാടേണ്ടത്? ക്രിസ്ത്യാനികളായ നാം അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ ജനത എന്നാണ്. അവിടെ പ്രൈവറ്റ് കാര്യങ്ങൾക്ക് സ്ഥലമില്ല. ഒരു ജനതയാണ്, ഒരു ജനതയുടെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. സോ വി ഹാവ് ടു നോ വാട്ട് വി ആർ ഡൂയിങ്. ദ ക്വയറിൻ്റെ ജോലി എന്താണെന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ക്വയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞെളിഞ്ഞ് നടക്കാനോ അല്ലെങ്കിൽ വമ്പ് കാര്യങ്ങൾ പറയാനോ അല്ല ക്വയറിൽ മെമ്പറാകുന്നത്. ക്വയർ ഈസ് എ മിനിസ്ട്രി. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേജ് ഷോ ഓർ എ പെർഫോമൻസ്. ആ വ്യത്യാസം നമുക്ക് മനസ്സിലില്ല എങ്കിൽ ഈ കോലാഹലത്തിലൊന്നും യാതൊരു അർത്ഥമില്ല. സോ പ്ലീസ് റിമെമ്പർ, നിങ്ങളുടെ കഴിവ്, ദൈവം തന്നിരിക്കുന്ന ആ ഗിഫ്റ്റ് ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിലാണ്. നെയ്മലി to help the people of God sing better and praise God better. I repeat, the job of the choir is not to show off, not to perform, but to minister. There's a very technical word, shushrusha cheyuka. To minister to the people in the church to praise God better. ഐ ഹിയർ ഇന്നിവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് കേൾക്കുന്നു. നമ്മുടെ പല കോമ്പറ്റീഷനിൻ്റെയും ബഹളത്തിൽ കേൾക്കുന്ന അടിപിടിയൊക്കെയാണ്. ഈവൺ ഓൺ ദി ലെവൽ ഓഫ് കോളേജ് ലെവലിലും ഹൈസ്കൂൾ ലെവലിലും ഒക്കെ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ കുറേ ആൾ പറയും, ഹേ എനിക്ക് കിട്ടിയില്ലല്ലോ, ഇതെന്തും അവിടെയുള്ളവർക്ക് തട്ടിപ്പാണ് എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇത് നമ്മുടെ പാർലമെൻറ്റിൽ നടക്കുന്ന അതേ ഭോഷ്ക്ക് തന്നെ നമ്മൾ ജീവിതത്തിൽ അവതരിപ്പിക്കുകയാണ്. അതാണോ നമുക്ക് വേണ്ടത്? Competition is always done in a spirit of sportsmanship. എനിക്ക് ഒരു സമ്മാനം കിട്ടിയില്ല എന്ന് വെച്ച് ആ എൻറ്റയർ സിസ്റ്റത്തെ അങ്ങ് പഴിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമ്മളവിടെ പോകുന്നത് മെയിൻലി ടു ടേക്ക് പാർട്ട് ഇൻ ദിസ് വെഞ്ചർ.
If you get the prize, well and good. If you do not get the prize, that is also wonderful. അതിലൊന്നുമില്ല, എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിലേക്ക് പോകുന്നത്. കിട്ടാതെ വരുമ്പോൾ ഇച്ഛാഭംഗം പാടില്ല. നമ്മൾ ഒരു നല്ല കാര്യത്തിനായി പുറപ്പെട്ടു, അത് നമ്മൾ ചെയ്തു എന്നുള്ള സാറ്റിസ്ഫാക്ഷനാണ് വേണ്ടത്. സോ പ്ലീസ് അവോയ്ഡ്, വാട്ട് ഈസ് ദ റൈറ്റ് വേർഡ് ഫോർ ഇറ്റ്, നെഗറ്റീവ് കോമ്പറ്റീഷൻ. ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് കോമ്പറ്റീഷൻ. എനിക്ക് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. പ്രൈസ് കിട്ടാഞ്ഞത് നമ്മുടെ കഴിവ് കൊണ്ടാണ് എന്ന് നമ്മൾ ഹംബിളായിട്ട് മനസ്സിൽ സ്വയമേ സമ്മതിക്കണം. I am very impressed with these fathers, Father Rajan Varghese and Father Jalson, for their enthusiasm to conduct such a program. I think without the support of the parish priest and people concerned, such ventures will never happen in a meaningful way and in a successful way. I appreciate their efforts. I also find the young men who are organizing this, young men and young women organizing this, very worthy of praise. Because there are so many things they can do. You know, they don't have to hang around the church. You can go and do so many other things, much more interesting and pleasurable things. But here, they are showing a commitment of a special kind. I congratulate them. I don't know the names of all of them, so I shall not call up on their names, but they deserve your appreciation. Another point in our church music is the use of the amplification system. Kerala is absolutely ignorant about how to use the sound system. ഞാൻ ചെറുതായിരുന്നപ്പോൾ ആദ്യമായിട്ട് സൗണ്ട് സിസ്റ്റം കേൾക്കുന്നത് പൊളിറ്റിക്കൽ മീറ്റിങ്ങുകളിൽ ആദ്യമായിട്ടാണ് അവർ മൈക്രോഫോൺ കൊണ്ടുവന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദി 40s ആൻഡ് ഏർലി 50s. അന്ന് മൈക്രോഫോൺ വെച്ചുകൊണ്ട് മാന്യ മഹാജനങ്ങളെ എന്നൊക്കെ വിളിച്ചു കൂകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ വരുമ്പോഴും അതുപോലത്തെ ഒരു വിളിച്ചു കൂകലാണ് പള്ളികളിൽ ഞാൻ കേൾക്കുന്നത്. Because we don't know what is the use of microphone. Microphone and the amplification system is only to make a little more loud our normal speech. So I am giving you a very clear instruction here. ഇതിൻ്റെ അടുത്ത് പോയി വർത്താനം പറയുന്നത് തെറ്റാണ്. എൻ്റെ സ്വരമല്ല നിങ്ങൾ കേൾക്കുന്നത്. This microphone is made by Americans for using in the outdoors. അവിടെ വേറെ സ്വരമൊക്കെ ഉള്ള സ്ഥലത്ത് ചുറ്റുപാടുന്നുള്ള സ്വരമൊക്കെ പിടിക്കാതെ അടുത്തുള്ള സ്വരം മാത്രം പിടിച്ചെടുക്കുന്ന ഒരു മൈക്രോഫോണാണിത്. ദിസ് ഈസ് കോൾഡ് SM57 ഓർ സംതിങ്. എൻ്റെ പേരെന്താ? SM57. അത് ഈ മൈക്രോഫോൺ എടുത്തുകൊണ്ട് സാധാരണ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നുണ്ട്. കഞ്ചാവും വലിച്ചു കള്ളും കുടിച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കാനുള്ള മൈക്കാണിത്. ഇത് പള്ളിയിൽ ഉപയോഗിക്കാനുള്ള മൈക്കല്ല. പള്ളിയിൽ ഉപയോഗിക്കാനുള്ള മൈക്ക് നിങ്ങൾ ഇപ്പോൾ ഒബാമ സംസാരിക്കുമ്പോൾ ഇതുപോലത്തെ മൈക്ക് അവർ ഉപയോഗിക്കുന്നില്ല. മൈക്ക് അവിടെ ഇരിക്കും, നമ്മളിരുന്ന് സംസാരിക്കുന്നു, മൈക്ക് വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നതാണ്. അല്ലെങ്കിൽ റോമിൽ മാർപ്പാപ്പ സംസാരിക്കുമ്പോൾ മൈക്രോഫോൺ ദൂരെയായിരിക്കുന്നത്, എൻ്റെ അകത്തേക്ക് പോയി സംസാരിക്കേണ്ട മൈക്കല്ല. സോ ഇതിനെപ്പറ്റി കൂലങ്കുഷമായ ഒരു സ്റ്റഡി സഭയുടെ തലത്തിൽ നിന്ന് ആവശ്യമാണ്. ബിക്കോസ് ഈ പള്ളി, അതിമനോഹരമായ പള്ളിയുടെ അക്കൂസ്റ്റിക്സ് ഇസ് എക്സലൻറ്റ്. എൻ്റെ അത് യാതൊരു വക അനാവശ്യ സ്വരമോ എക്കോയോ ഒന്നുമില്ല. അവിടെ കൊണ്ടുപോയി നമ്മൾ ഈ സാധനം വെച്ചിട്ട് ബൂ 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 എന്ന് സ്വരം ഉണ്ടാക്കുന്ന കാര്യം എന്തിരിക്കുന്നു? അറിവ് കേടാണ്. വി ഹാവ് ടു ഇംപ്രൂവ്. ഫാദേഴ്സ്, ഐ റിക്വസ്റ്റ് യു ടു ടേക്ക് ദിസ് മാറ്റർ അപ്പ് വിത്ത് ശ്രുതി ആൻഡ് പീപ്പിൾ കൺസേൺ. Because all over Kerala, in every church, in every denomination, this nonsense is going on. Nobody instructs this young man, എന്തോരം വോളിയം വെക്കണം, എന്താണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ആരും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ അയാളുടെ വിചാരം എന്താണ്? നല്ല വോളിയം വെച്ചേക്കാം, അടുത്ത തവണ അവരെന്നെ വിളിക്കണം, അല്ലെങ്കിൽ അവർ പറയും ഇവൻ കൊള്ളൂലല്ലോ എന്ന് പറയും, അതുകൊണ്ട് നല്ല വോളിയം വെച്ച് കൊടുത്തേക്കാം.
അതല്ല എൻ്റെ ആവശ്യം. ഓരോ ആവശ്യത്തിനും വേണ്ട ലെവലിലാണ് മൈക്രോഫോൺ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ കുറച്ച് പച്ചയായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിങ്ങളാരും വിഷമിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ആർക്കും കൈയടിക്കാൻ ഒരു നല്ല മനസ്സിവിടെ ഞാൻ കണ്ടില്ല. എന്തുകൊണ്ടാണത്? ആരെങ്കിലേക്ക് കൺഗ്രാച്ചുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വാഗതം പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് ഇത്ര വിഷമം കൈയടിക്കാൻ? നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് കൈയടി. ആണോ? എനിക്കിതൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് കൈയടിച്ചെന്ന് കാണിക്കാം. താങ്ക് യു. Thank you very much. That's all, fathers. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്വയർ കോമ്പറ്റീഷനെ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു. ശ്രീ ജെറി അമൽദേവ് സാറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി മാർ പീലക്സിനോസ് ഗായക സംഘം നേതൃത്വം നൽകുന്ന ശ്രീ എബ്രഹാം തോമസ് സാറിനെ ക്ഷണിച്ചുകൊള്ളു. മൊമെന്റോ നൽകുന്നതിനായി കമ്മിറ്റി മെമ്പർ ശ്രീ ബിജു അലക്സാണ്ടർ സാറിനെ ക്ഷണിച്ചുകൊള്ളു. മസ്മൂർ 2015 ആശംസ അറിയിക്കുന്നതിനായി ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി മുൻ ചെയർപേഴ്സണും കൗൺസിലറുമായ ശ്രീമതി വത്സമ്മ എബ്രഹാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ മസ്മൂർ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് നമ്മുടെ ഇടവക വികാരിയായിരിക്കുന്ന അഭിവന്യ വൈദിക ശ്രേഷ്ഠനായ രാജൻ വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഏറ്റവും ശ്രേഷ്ഠനും ബഹുമാന്യനും ലോകമെമ്പാടും അറിയപ്പെടുന്ന സംഗീത സംവിധായകനുമായ ജെറി അമൽദേവ് അവറുകൾ, അതുപോലെ ആശംസയ്ക്കായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ട്രസ്റ്റി ജോസ് കെ ജോർജ്, സെക്രട്ടറി ജോസഫ് ജോർജ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബാബു അലക്സാണ്ടർ, ജനറൽ കൺവീനർ സുനിൽ പി ഉമ്മൻ, സ്വാഗത പ്രാസംഗികൻ നമ്മുടെ സഹവികാരിയായിരിക്കുന്ന ഫാദർ ജാൾസൺ പി ജോർജ് അച്ഛൻ, കൃതജ്ഞതയ്ക്ക് ഒരുക്കിയിരിക്കുന്ന ശ്രീ എബ്രഹാം തോമസ് അവറുകൾ, ഈ ഇടവക അംഗങ്ങളെ, മറ്റിടവകകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന മത്സരാർത്ഥികളെ, ഇടവകകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, ഇവിടെ ആഗതരായിരിക്കുന്ന ഞങ്ങളുടെ കൊയറിലെ കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന ഏവരുമേ, നിങ്ങൾക്കേവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഒരു ആശംസ മാത്രമാണ്. പ്രത്യേകിച്ച് ബഹുമാന്യനായ സംഗീത സംവിധായകൻ ജെറി അമൽദേവ് സാർ പറഞ്ഞതുപോലെ മത്സരത്തിൽ പങ്കെടുക്കുക, അതാണ് നമ്മുടെ കർത്തവ്യം. സമ്മാനം 1-2 പേർക്കായിരിക്കും കിട്ടുന്നത്. അതിലുപരിയായി നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുക. ഞങ്ങളൊക്കെയും നിങ്ങളുടെ ഗാനങ്ങൾ കേട്ട് ആസ്വദിക്കാനായിട്ട് കടന്നു വന്നവരാണ്. സമ്മാനത്തിലല്ല, നിങ്ങൾ മേൽക്കുമേൽ പാടി പാടി അഭിവൃദ്ധിയുള്ളവരായി നമ്മുടെ കേരളമെമ്പാടും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നല്ല കഴിവുകൾ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മത്സരാർത്ഥികൾക്കും
എൻ്റെ എല്ലാവിധമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 2015 ആശംസ അറിയിക്കുന്നതിനായി ഇടവക ട്രസ്റ്റി ശ്രീ ജോസ് കെ ജോർജിനെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാനപ്പെട്ട സ്വാഗതം ആശംസിച്ച ജാൾസൺ അച്ഛന്, വികാരി ഫാദർ രാജൻ വർഗീസ് അച്ഛന്, ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പിടിച്ച ശ്രീ ജെറി അമൽദേവ്, മുഖ്യാതിഥിയായി നമ്മളിവിടെ പ്രതീക്ഷിക്കുന്ന ശ്രീ PC വിഷ്ണുനാഥ് MLA, ആശംസകൾ അറിയിച്ച ശ്രീ വത്സമ്മ എബ്രഹാം, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ ബാബു അലക്സാണ്ടർ, ഈ ചർച്ചിൻ്റെ സെക്രട്ടറി ജോസഫ് ജോർജ്, അതുപോലെ ജനറൽ കൺവീനർ ശ്രീ സുനിൽ P. ഉമ്മൻ, ഈ പ്രോഗ്രാമിൻ്റെ കൊയർ മാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ശ്രീ അനി ചാൻ, ഈ പ്രോഗ്രാമിന് ഇവിടെ എത്തിയിരിക്കുന്ന, ഈ പ്രോഗ്രാം നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനായും അല്ലെങ്കിൽ നിങ്ങളെ ആരാണ് 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം എന്ന് ഇന്നത്തെ പെർഫോമൻസിൽ വിധി നിർണ്ണയിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയ ജഡ്ജസ്, ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമായി നടത്തുവാനായി കഴിഞ്ഞ 2-3 മാസമായി ഇതിൻ്റെ പുറകിൽ പ്രയത്നിക്കുന്ന ഈ കൊയറിൻ്റെ ലീഡേഴ്സായി നിൽക്കുന്ന ശ്രീ ബിജു അലക്സാണ്ടർ, ശ്രീ ടോണി, ശ്രീ സുധീഷ് തുടങ്ങിയ ഒട്ടനവധി ഇതിൻ്റെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ്, ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ടീം അംഗങ്ങളെ, ഈ പ്രോഗ്രാം കാണാനും വന്നിരിക്കുന്ന ഇവിടുത്തെ ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മുമ്പേ ഓരോരുത്തർ പറഞ്ഞ അനുസരിച്ചിട്ട് സമ്മാനം നേടുക എന്നുള്ളതിലുപരി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് കുറേയധികം ആൾക്കാർ. ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഏകദേശം 1 മാസം മുമ്പ് ഏകദേശം 26 ടീമുകളോളം വരും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ അവരെല്ലാം പിന്നീട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ലെന്ന്. അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അവർക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അവർ മാനസികമായി പുറകിലേക്ക് പോകുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞു അവർ വരട്ടെ, വന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് കൊണ്ട് പോകും, പക്ഷേ വന്നാൽ ഞങ്ങൾ കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് കുറച്ച് പേര് കേൾക്കാൻ സാധിച്ചത്. എന്തായാലും ഇന്ന് ഇവിടെ വന്ന് ഈ പ്രോഗ്രാമിന് വന്നിട്ടുള്ള എല്ലാ ടീമംഗങ്ങളെയും ആത്മാർത്ഥമായി ഈ ചർച്ചിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഈ ഞാൻ ഉൾപ്പെട്ട അല്ലെങ്കിൽ റിജോ ഉൾപ്പെട്ട ഞങ്ങൾ കുറേയധികം മത്സരങ്ങളിൽ ഇങ്ങനെ പങ്കെടുത്തത് കൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ പങ്കെടുത്തിട്ടുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ അറിവുകളുള്ളതും പറയുന്നതാണ്. ചില ആൾക്കാരുടെ ടീമംഗങ്ങളിൽ നിങ്ങൾക്കായിരിക്കാം ഫസ്റ്റ് എന്ന് പ്രതീക്ഷിച്ച് വന്നിട്ടുള്ള ടീമംഗങ്ങളുണ്ടാവാം. പക്ഷേ ഇന്നത്തെ പെർഫോമൻസിനകത്തെ ചെറിയ മിസ്റ്റേക്കുകൾ കാരണം ചിലപ്പോൾ നിങ്ങൾക്കത് ഫസ്റ്റിലേക്ക് പോകാൻ സാധിക്കത്തില്ലായിരിക്കാം. നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുക എന്നുള്ളതിലുപരി ഇതിനകത്തേക്ക് ഫസ്റ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നിൽക്കാതെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, നിങ്ങൾ ആത്മാർത്ഥമായി മത്സരിക്കുക. വിജയം മുകളിലിരിക്കുന്ന ആൾ ഇവരുടെ കൈകളിലാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് അതിനെ മാനിക്കുക. വന്നിരിക്കുന്ന എല്ലാവർക്കും, ഈ പ്രോഗ്രാം ഇവിടെ ദർശിക്കാനായി വന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കുന്നതിനായി ഇടവകയുടെ സെക്രട്ടറി ശ്രീ ജോസഫ് ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഫാദർ രാജൻ വർഗീസ് അച്ഛൻ വികാരി, സഹവികാരി ഫാദർ ജോൺസൺ P. ജോർജ് അച്ഛൻ, ഉദ്ഘാടകൻ ശ്രീ ജെറി അമൽദേവ് സാർ, മുഖ്യ അതിഥി ശ്രീ PC വിഷ്ണുനാഥ് MLA, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീമതി വത്സമ്മ എബ്രഹാം മുൻ ചെയർപേഴ്സൺ, ശ്രീ ജോസ് കെ ജോർജ് ചർച്ച് ട്രസ്റ്റി, ശ്രീ ബാബു അലക്സാണ്ടർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ, ശ്രീ സുനിൽ P. ഉമ്മൻ ജനറൽ കൺവീനർ, ശ്രീ എബ്രഹാം തോമസ് കൊയർ മാസ്റ്റർ, വന്നിരിക്കുന്ന ഇതിനെ സ്നേഹിക്കുന്ന എല്ലാവരുമേ, ഇന്ന് മസ്മൂറിൻ്റെ നാമത്തിൽ ഇവിടെ പ്രോഗ്രാം അർപ്പിക്കുവാൻ വന്നിരിക്കുന്നതായ എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പെരുന്നാൾ കമ്മിറ്റി ജനറൽ കൺവീനറും പുത്തൻകാവ് മെട്രോപൊളിറ്റൻ സ്കൂളിലെ അധ്യാപകനുമായ ശ്രീ സുനിൽ P. ഉമ്മനെ ക്ഷണിച്ചോളൂ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമേ, 64 വർഷങ്ങൾക്ക് മുമ്പ് 70-75 വർഷങ്ങൾക്ക് മുമ്പ്
മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളം പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയുടെ സംഗീത സാന്ദ്രമായ ആരാധനകൾ കേട്ട് കോരിത്തരിച്ച ഒരു വിശ്വാസ സമൂഹം മലങ്കര ഓർത്തഡോക്സ് സഭയിലുണ്ടായിരുന്നു. അന്തരിച്ച ഡോക്ടർ PC അലക്സാണ്ടർ അദ്ദേഹത്തിൻ്റെ പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയുടെ ജന്മശതാബ്ദിക്ക് 1987 ജൂൺ 10 പുത്തൻകാവ് മെത്രാപ്പോളിത്തൻ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ പറഞ്ഞു, ഇങ്ങനെ മനോഹരമായ ഒരു ആരാധന ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പുതിയകാവ് പള്ളിയിൽ പുത്തൻകാവ് കൊച്ചുതിരുമേനിയുടെ സംഗീത സാന്ദ്രമായ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചപ്പോൾ മാലാകമാർ മദ്ഭായിൽ ചിറകടിച്ച് നിൽക്കുന്നതായുള്ള അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അന്ന് ടേപ്പ് റെക്കോർഡ് ഉണ്ടായിരുന്നെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും അമൂല്യമായ സ്വത്ത് എന്തായിരുന്നു എന്ന് ചോദിച്ചിരുന്നാൽ പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയുടെ ആരാധനയുടെ സൗന്ദര്യമായതെന്ന് പറയുമായതെന്ന് അദ്ദേഹം പറഞ്ഞു. പൗരസ്ത്യ സഭയെ സംഗീത സാന്ദ്രമാക്കിയ മാർ അപ്രേമിന് തുല്യമായി മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളം സംഗീത സാന്ദ്രമാക്കിയ അദ്ദേഹത്തിൻ്റെ ആരാധന മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസം നൽകി, മനുഷ്യ മനസ്സുകൾക്ക് പ്രത്യാശ നൽകി. പരിശുദ്ധ പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയുടെ ആ സംഗീതവും അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതവും അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള മാർ പീലസ്നോസ് സ്ക്വയർ ഇവിടെ ഈ ഗായക സംഘ മത്സരം നടത്തുന്നത്. മൂന്നാമത്തെയാണ്. പ്രിയപ്പെട്ടവരെ, പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ ആ പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ തലകൾ കുനിച്ചുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സംഗീതത്തിന് എത്രമാത്രം മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതിന് തെളിവായിട്ട് ഈ ഗായക മത്സരം ഇവിടെ നടക്കട്ടെ. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് കടന്നു വന്ന എല്ലാ സംഗീതത്തെ സ്നേഹിക്കുന്ന ഗായക ഭാരവാഹികളെയും അംഗങ്ങളെയും അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കുന്നതിനായി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ ബാബു അലക്സാണ്ടർ സാറിനെ ക്ഷണിച്ചോളും. അധ്യക്ഷൻ ജാൻസൺ ഫിലിപ്പച്ചൻ, ഇവിടെ നിന്ന് കടന്നുപോയ വികാരി രാജൻ വർഗീസ് അച്ഛൻ, മുഖ്യാതിഥി, നാം എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജെറി അമൽദേവ്, ഇടവകയുടെ ട്രസ്റ്റി ജോസ് കെ ജോർജ്, സെക്രട്ടറി ജോസഫ് ജോർജ്, നമ്മുടെ ഇടവക മൊത്തമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുൻ ചെയർപേഴ്സൺ വത്സമയ ബ്രാവറുകൾ, പെരുന്നാളിൻ്റെ കൺവീനറായിരിക്കുന്ന ബഹുമാനപ്പെട്ട സുനിൽ പി ഉമ്മൻ, ഇവിടെ സന്നിധരായിരിക്കുന്ന ജഡ്ജസ്, മാധ്യമ പ്രതിനിധികൾ, യുവജന ഗായസംഘങ്ങൾ, ഇടവകയിലെ ഭരണസമിതി അംഗങ്ങൾ, ഇടവകയിൽപ്പെട്ട ഈ സംഗീത അഭിരുചിയുള്ള ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും തൃത്വനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പുത്തങ്കാവിൽ കൊച്ചുതിരുമേനിക്ക് രത്നദീപം പേര് നാമകരണം നൽകി മലങ്കര സഭയുടെ ഗാനഗോകുലമായി തീരുവാൻ ഭാഗ്യം സിദ്ധിച്ച പിതാവിനെ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തണമെന്ന് ഇവിടുത്തെ ഗായസംഘത്തിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം തോമസ്, അനീച്ചാൻ എന്നാണ് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നത്, അനീച്ചുവാനായിട്ട് അത് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഗാന മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പേരാണ് അതിന് നൽകിയത്, മസ്മൂർ. മസ്മൂർ എന്നാൽ സങ്കീർത്തനം. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ പാട്ടുകൾ. നമ്മുടെ ചരിത്രമാകുന്ന വേദോസ്തവത്തിൽ ആദ്യത്തെ ഗായകരെക്കുറിച്ച് പറയുന്നത് കോരഹപുത്രന്മാരും ആസാഫുമാണ്. ദേവാലയം പണിയപ്പെട്ടിട്ട് ഗണം ഗണമായി ഓരോ ചുമതലകൾ ഓരോരുത്തർക്കും നൽകപ്പെടുമ്പോൾ അവിടെ പുരോഹിത വേലയ്ക്കായിട്ടും
ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ടും പ്രസംഗ താലന്തുകൾ നൽകിയും ഓരോരുത്തർക്ക് ചുമതല കൊടുക്കുമ്പോൾ ഒരേപോലെ എല്ലാവർക്കും പാടുവാനുള്ള അവകാശമില്ലായിരുന്നു. അതും ഗണമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ PC വിശ്വനാഥ് MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ലഭിച്ചത് ഒരു ഭാഗ്യമാണെന്ന് കരുതുവാനായിട്ടിടയായിത്തീരണം. ആ ഒരു ഭാഗ്യാവസ്ഥ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാനും ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ഗായകസംഘത്തിലെ ചെറിയൊരു പ്രവർത്തകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗായകസംഘത്തിൽ ചേരുവാനായിട്ട് നമുക്ക് ഭാഗ്യം കിട്ടിയത് നമുക്ക് ഷൈൻ ചെയ്യുവാനായിട്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കീർത്തനങ്ങൾ പാടുവാനായിട്ടാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കീർത്തനങ്ങൾ പാടുവാനായിട്ട് ഭാഗ്യം സിദ്ധിച്ച കോരവപുത്രന്മാരെ പോലെ ആസഫിനെ പോലെ ഒരു ഭാഗ്യമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്ക് ഓർക്കണം. അപ്പോൾ ഇന്ന് പുത്തങ്കാവ് ദേവാലയത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ഇതൊരു മത്സര ബുദ്ധിയായിട്ട് കാണേണ്ട കാര്യമില്ല. എന്നാൽ പുത്തങ്കാവ് ദേവാലയത്തിൽ നിന്നുകൊണ്ട്, അതായത് 3 പിതാക്കന്മാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. മലങ്കര മെത്രാപ്പോലിത്തന്മാരായ 6-ാം മാർത്തോമ, 8-ാം മാർത്തോമ, ഗാനഗോകുലം എന്നറിയപ്പെടുന്ന പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി, അതിനേക്കാൾ ഉപരിയായി അന്ത്രയോസ് പിതാവിൻ്റെ സാന്നിധ്യം. അങ്ങനെ 4 പിതാക്കന്മാരെ സ്മരിക്കുന്ന ഒരു ദേവാലയമാണിത്. അങ്ങനെയുള്ളൊരു ദേവാലയത്തിൽ കടന്നു വന്ന് ഗാനം ആലപിക്കുവാൻ ലഭിക്കുന്ന ഒരു ഭാഗ്യാവസ്ഥയായിട്ട് ഇതിനെ കാണുവാനായിട്ട് കഴിയണം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ഗായകസംഘങ്ങളെയും അനുമോദിച്ചുകൊണ്ട് എല്ലാവിധമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അവസരം തന്നതിൽ ഇതിൻ്റെ ഭാരവാഹികളായ എല്ലാവരോടും അനേകം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ഉപസംഹരിക്കുന്നു. എല്ലാ ആശംസകളും നേർന്നു. ദൈവം നമ്മുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഈ ഇടവകയിൽ നടക്കുന്ന എല്ലാ പൊതുപരിപാടികൾക്കും തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥിയായ ബഹുമാനപ്പെട്ട ശ്രീ PC വിശ്വനാഥ് MLA സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ ജാൽസൻ അച്ഛൻ, മസ്മോർ ഉദ്ഘാടനം ചെയ്ത മലയാളത്തിൻ്റെ അനുഗ്രഹീതനായ സംഗീത സംവിധായകൻ ശ്രീ ജെറി അമൽദേവ്, നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ ശ്രീമതി വത്സമ എബ്രഹാം, ചർച്ചിൻ്റെ ട്രസ്റ്റി ശ്രീ ജോസ് കെ ജോർജ്, പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ബാബു അലക്സാണ്ടർ, ജനറൽ കൺവീനർ ശ്രീ സുനിൽ പി ഉമ്മൻ, കൊയർ മാസ്റ്റർ എബ്രഹാം തോമസ്, ഇടവക വികാരി രാജൻ വർഗീസ് അച്ഛൻ, ഈ അഖില മലങ്കര ഗായക സംഘ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള അനുഗ്രഹീതരായ കലാകാരന്മാരെ, ഗായകരെ, സംഘാടകരെ, ബാബു അലക്സാണ്ടർ സാറ് ഒടുവിൽ സൂചിപ്പിച്ചതുപോലെ പുത്തങ്കാവ് കൊച്ചു തിരുമേനയുടെ നാമധേയത്തിൽ ഇങ്ങനെ ഒരു ഗായക സംഘ മത്സരം സംഘടിപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയുന്നതിനൊരു വലിയ ഭാഗ്യമാണ്. കൊച്ചു തിരുമേനി മനോഹരമായി പാടുമെന്ന് അനുഭവത്തിൽ നിന്നും അത് കേട്ട ഒരുപാട് തിരുമേനിമാരും മഹത് വ്യക്തികളും പ്രസംഗിക്കുന്നത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഗാനകോകുലം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. കൊച്ചു തിരുമേനിയുടെ നാമധേയത്തിലുള്ള ഈ മത്സരത്തിന് എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. ഈ മത്സരം തുടങ്ങണം. ഇപ്പോൾ 10-ലധികം ദേവാലയങ്ങളിൽ നിന്നുള്ള കൊയർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പ്രസംഗം ദീർഘിപ്പിച്ച് ഇതിൻ്റെ മത്സരത്തിൻ്റെ സമയക്രമത്തെ തടസ്സപ്പെടുത്തുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജെറി അമൽദേവിൻ്റെ സാന്നിധ്യമുണ്ടായത് ഈ ചടങ്ങിനെ കൂടുതൽ ധന്യമാക്കി. മലയാളികൾക്ക് ഒത്തിരി മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് അദ്ദേഹം. നിങ്ങളെല്ലാവരെയും മത്സരത്തിന് മുൻപായി അഭിനന്ദിക്കുന്നു, വിജയാശംസകൾ നേരുന്നു. സംഗീതം ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. സംഗീതത്തിന് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള അസാധ്യമായ ഒരു കഴിവുണ്ട്.
എനിക്ക് നിങ്ങൾ പാടുന്ന പോലെ ഒന്നും പാടാൻ അറിയുന്ന ആളല്ല ഞാൻ. എന്നാലും ഞാൻ പ്രസംഗം വെട്ടിച്ചുരുക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ 2 വരി ഞാൻ പാടിക്കോളാം. 2 വരി മാത്രം, 2 അല്ലെങ്കിൽ 4. 4-നപ്പുറം സഹിക്കാനുള്ള ത്രാണി നിങ്ങൾക്കുണ്ടാവില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. സംഗീതത്തിന് നമ്മളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പോൾ കലാകാരന്മാരെ നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ഈ ക്രൈമൊക്കെ ചെയ്യുന്നവരുടെ ഒരു സർവേ നടത്തിയാൽ ഈ കലാകാരന്മാർ അതിനകത്ത് തുലവും തുച്ഛമായിരിക്കും. ഒരു 0.5% കാണുള്ളൂ. ഇനി തീരെയില്ലെന്ന് ഞാൻ പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല. 0.5% കാണത്തുള്ളൂ. കാരണം കലാകാരന്മാർക്ക് ഒരിക്കലും ക്രൂരത മനസ്സിലുണ്ടാവുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് ഈ വരദാനം ദൈവം നിങ്ങൾക്കെല്ലാവർക്കും അറിഞ്ഞു നൽകിയതാണ്. അതിനെ, ആ സാധനയെ ഒരു വ്രതത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ, മത്സരത്തിൻ്റെ ഫലത്തിൻ്റെയൊക്കെ അപ്പുറത്ത് എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും നേരുന്നു. അവിടെ സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2 വരി. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, സഹവികാരി അച്ഛൻ ജാൾസൺ പി ജോർജ്, ഉദ്ഘാടനം ചെയ്ത ശ്രീ ജെറി അമൽദേവ്, മുഖ്യ അതിഥിയായി വന്ന സമയമില്ലാഞ്ഞിട്ടും വന്ന് പങ്കെടുത്ത് നമ്മളെ മനോഹരമായ ഒരു ഗാനത്തിലേക്ക് കൊണ്ടുവന്ന PC വിശ്വനാഥ് MLA, നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഈ ദേവാലയത്തിൻ്റെ തന്നെ എല്ലാമായ ശ്രീമതി വത്സമ്മ എബ്രഹാം, ഞങ്ങൾ 1.5 മാസം 2 മാസത്തിന് മുമ്പാണ് വീണ്ടും മസ്മൂറിനെ പറ്റി, മത്സരത്തിനെ പറ്റി ഉള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ആദ്യമായി ഞങ്ങൾക്ക് 32 ടീമിൻ്റെ എൻക്വയറിയാണ് വന്നത്. ഞാൻ ഒരു ഗായക സംഘത്തിൽ, ഈ ഒരു ദേവാലയത്തിലെ ഗായക സംഘത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ട് 47 വർഷമായി. ശ്രുതിയൊന്നും ഇല്ല എന്ന്. ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങളുടെ ഈ ഗായക സംഘം ഇന്ന് വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ ഗായക സംഘമൊന്നുമല്ല, എന്തിലും ദൈവം അനുഗ്രഹിച്ച് ആവശ്യം പോലെ നല്ല പാടുന്ന കുട്ടികളും എപ്പോഴും എനിക്ക് ലഭിക്കാറുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഈ വേളയിൽ ഇതിനെ വീണ്ടും തലമുറയിലേക്ക് കൈമാറുവാൻ ഞങ്ങൾക്ക് ഈ ഒരു പരിശുദ്ധ ദേവാലയവും ആരുടെ നാമത്തിലാണ് ഞങ്ങളുടെ ഗായക സംഘം പ്രവർത്തിക്കുന്നത്, മാർ പീലക്സിനോസ് ഗായക സംഘം പ്രവർത്തിക്കുന്നത്, ആ പരിശുദ്ധനായ കൊച്ചു തിരുമേനിയുടെ നാമത്തിലുള്ള ശക്തിയാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ദേവാലയത്തിൽ തന്നെ ഏകദേശം 10,900 വീട്ടുകാരുള്ളതാണ്. പക്ഷേ എന്തൊക്കെ ഞങ്ങൾ കാട്ടിക്കൂട്ടിയാലും ഇന്ന് ഈ ദേവാലയത്തിൽ ഞങ്ങളുടെ ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ വന്നാൽ തന്നെ ഇതിൻ്റെ അകവും പുറവും എല്ലാം നിറഞ്ഞു നിൽക്കണം. സമയമൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, ഉള്ളവർ പോലും വരില്ല, പ്രോത്സാഹനമൊന്നും അധികമൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാലും ഇതൊന്നും പ്രശ്നങ്ങളല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് ഇതേ അനുഭവങ്ങളൊക്കെ വന്നു കാണും, വരും. പക്ഷേ ഞങ്ങൾ കൂടുതലും ഉത്തരവാദിത്വത്തോട് നോക്കുന്നത് നിങ്ങളെയാണ്. ഓർത്തഡോക്സ് സഭയുടെ വലിയൊരു പ്രശ്നം തന്നെയാണത്. വേണമെങ്കിൽ നിങ്ങൾ നടത്തിക്കോ, അതുവഴി വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് പേര് നടത്തിക്കൊണ്ട് പോക്കോ, ഞങ്ങൾക്കിതൊന്നും ഒരു കാര്യമൊന്നും അല്ല എന്നുള്ള രീതിയിൽ.
ഉള്ള ഒരു മനോഭാവം, അത് നമ്മൾ മാറ്റിയെടുക്കേണ്ട ആവശ്യമാണ്. ഞങ്ങളുടെ തലമുറയിൽ ഇപ്പം പറ്റിയില്ലെങ്കിലും നിങ്ങളായി വരുന്ന ശക്തീകരിച്ച് അതിനെ മാറ്റിക്കൊണ്ടുവരേണ്ടത് വലിയ അത്യാവശ്യമാണ്. ഇത്രയും മാത്രമേ എനിക്ക് നിങ്ങളോട് ആമുഖമായിട്ട് പറയാനുള്ളൂ. എങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട്. ഈ രാത്രി മുഴുക്കെ വണ്ടി ഓടിച്ച് ഇവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എത്ര ഹൃദയം തുറന്ന സന്തോഷമാണ് എനിക്ക്. സമാധാനമായിട്ട് ഇടയ്ക്കൊന്ന് ഉറങ്ങാനും തിരിച്ചു എന്നറിഞ്ഞപ്പോൾ ഉറങ്ങാൻ സാധിച്ചു. രണ്ടാമത്, ഈ ദേവാലയത്തിൽ ഇന്നലെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഓരോ ജോലികൾ ചെയ്യുമ്പോൾ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാനും സാധിച്ചു. ഓരോ ഗായക സംഘത്തിനെയും അതുപോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. പ്രാർത്ഥനയാണ് വലിയ മസ്മൂർ. ഞങ്ങൾക്ക് ഈ മസ്മൂർ എന്ന പേര് ഇട്ടു തന്നത് ഞങ്ങളുടെ കൊച്ചു വികാരിയച്ഛനാണ്. തീരെ കൊച്ചു വികാരിയച്ഛൻ. നമുക്കൊരു പേര് വേണമല്ലോ, മസ്മൂർ എന്ന് കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ശ്രുതി സുറോമോ നിട്ടം. ഏതായാലും അതിനേക്കാൾ മുന്നിൽ ഞങ്ങൾക്ക് കയറുവാൻ ഞങ്ങളുടെ കൊച്ചച്ഛൻ ഒരു പേരുമൊക്കെ തന്ന് ഇതിനെ ആശീർവദിച്ചു. നിങ്ങൾ വന്നപ്പോൾ കണ്ടു കാണും എൻ്റെ ഈ കുട്ടികൾ. എൻ്റെ ഹൃദയം വിങ്ങുക. എത്ര രാത്രികളാണെന്നറിയാമോ അവർ പകലായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. ട്രിവാൻഡ്രം തൊട്ട് കോട്ടയം തൊട്ട് എവിടെ നോക്കിയാലും മസ്മൂറിൻ്റെ ഫ്ലെക്സ് ഉണ്ട്. രാത്രിയിൽ ഓടി നടന്ന്, ഞാനൊന്നും പറഞ്ഞിട്ടല്ല, തന്നെത്താൻ അവർ പോയി പ്രവർത്തിക്കുന്നത്. ആ ഒരു ശൈലി, സ്നേഹം, ആ സ്വാതന്ത്ര്യം, ആ സന്തോഷം, അത് നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കണം. അപ്പോൾ മാത്രമേ ഓർത്തഡോക്സ് സഭ വളരത്തുള്ളൂ. അപ്പോൾ മാത്രമേ ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു ഗായക സംഘത്തിൻ്റെ യഥാർത്ഥ ശുശ്രൂഷ കിട്ടുകയുള്ളൂ. ആത്മാർത്ഥത, സ്നേഹം, പ്രതിബദ്ധത, അതായിരിക്കണം നിങ്ങളുടെ കടമ. ഞാൻ കുറച്ച് പറയുന്നതിൻ്റെ കാരണം എനിക്കറിയാം, വിളിച്ച എല്ലാ ഗായക സംഘമൊന്നും വന്നിട്ടില്ല. ഇന്ന് വരാനുള്ളവർക്ക് ഭയം എന്താണെന്നറിയാമോ? ജോസാർ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫസ്റ്റ് കിട്ടണം. ഒളിമ്പിക്സ് നടക്കുമോ അങ്ങനെ ആന്നേൽ? ഏഷ്യൻ ഗെയിംസ് നടക്കുമോ അങ്ങനെ ആന്നേൽ? വേൾഡ് കപ്പ് നടക്കുമോ അങ്ങനെ ആന്നേൽ? വേൾഡ് കപ്പിൻ്റെ ക്രിക്കറ്റ് നടക്കുമോ? ഫുട്ബോൾ നടക്കുമോ? ഏത് നടക്കും? 100 മീറ്റേഴ്സ് നടക്കുമോ? 50 മീറ്റേഴ്സ് നടക്കുമോ? ഇല്ല. ദൈവം ചിലർക്ക് ചില കൂടുതൽ താലന്തുകൾ കൊടുക്കും. നമ്മുടെ ഉള്ള താലന്തിനെ 1 കൊടുത്തവനെ 2 ആക്കാനും, 2 കൊടുത്തവനെ 4 ആക്കാനും, 5 കൊടുത്തവനെ 10 ആക്കാനുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുമാത്രം മതി. ഹൃദയം തുറന്ന് നിങ്ങൾ ചെയ്യുക. എല്ലാ ആശംസകളും ഞാൻ നേരുന്നതോടൊപ്പം ആദ്യമേ ഞാൻ എൻ്റെ കൃതജ്ഞത അർപ്പിക്കുന്നത് ഈ എത്തിച്ചേർന്ന ഓരോ ഗായക സംഘത്തിലെ മെമ്പേഴ്സിനോടും അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട കൊയർ ലീഡേഴ്സിനോടുമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പ്രിയ മക്കളെ. ഇവിടെ നിങ്ങൾക്ക് മാറിടാൻ വന്നിരിക്കുന്നത് ചെറിയ ആൾക്കാരല്ല. നിങ്ങളപ്പോൾ തന്നെ ചിന്തിക്കണം എത്രമാത്രം ഞങ്ങൾ ഇതിന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ജോർജ് കുട്ടി സാറിനെ എന്നെ ആദ്യമായിട്ട് വെളിയുന്നോർ ഈശോയൊക്കെ ചൊല്ലിത്തന്ന് പഠിപ്പിച്ച സാറാണ്. ജോർജ് കുട്ടി സാറായിരുന്നു നമ്മുടെ യേശുദാസിൻ്റെ തരങ്കിണി സ്റ്റുഡിയോയിലെ പ്രൊഫസറായി വർക്ക് ചെയ്ത, സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ, സ്റ്റുഡിയോയിലല്ല, സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ ക്ലാസ് എടുത്ത പ്രിൻസിപ്പാളാണ്. തരങ്കിണി യേശുദാസ് വിളിച്ച് കയറ്റിയിരുത്തി ചെയ്യിപ്പിച്ചതാണ്. ഇപ്പോൾ ജോർജ് കുട്ടി സാറ് വാകത്താനത്തുള്ള ഗിഗോറിയൻ സെൻട്രൽ സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ ഒന്ന് എണ്ണിച്ച് നിന്നാൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഫോർമർ ടീച്ചർ ഓഫ് ദ ശ്രുതി മ്യൂസിക് സ്കൂൾ കൂടെയാണ് സാർ. രണ്ടാമതായിട്ട് പറയാനുള്ളത് ബാബു പുതുപ്പള്ളി സാറിനെയാണ്. വളരെ ഗാനങ്ങൾ എഴുതി സംഗീതം ചെയ്തിട്ടുണ്ട്. പുതുപ്പള്ളിയിലാണ് ജനനം. നാദം കലാ ക്ഷേത്രത്തിൻ്റെ പുതുപ്പള്ളിയിലെ ഡയറക്ടറാണ് സാറ്. ജോർജ് സാറും ബാബു സാറും പ്രധാനപ്പെട്ട നമ്മുടെ യൂണിവേഴ്സിറ്റി, NG യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ
ഒത്തിരി മാർക്കിട്ടിട്ടുള്ള വ്യക്തികളാണ്. സാറ്, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. MG യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടന കർമ്മത്തിൽ 1000 പേരുള്ള ഒരു ഗാന പരിപാടി നടത്തുമ്പോൾ നമ്മുടെ ജോർജ് കുട്ടി സാറും ജെറി എമൽദേവ് സാറും ആയിരുന്നു അതിൻ്റെ കണ്ടക്ടർ. അവരെ പഠിപ്പിച്ചത് എല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് MG യൂണിവേഴ്സിറ്റി തുടങ്ങിയ വർഷക്കാലം നമ്മൾ ചിന്തിക്കണം. പിന്നുള്ളത് റിജോ ജോൺ ജോർജാണ്. കൊയർ മാസ്റ്റർ ഓഫ് ട്രിനിറ്റി മർത്തോമ ചർച്ചിൻ്റെ ചെങ്ങന്നൂരിൻ്റെയും മെമ്പർ ഓഫ് മർത്തോമ സഭയുടെ DC MCയുടെ മെമ്പറും ഫോമർ കൊയർ മാസ്റ്റർ ഓഫ് രാഗധാരയുടെ ആളുമാണ്. എനിക്ക് തീരെ കൊച്ചിലെ തൊട്ട് അറിയാവുന്ന പയ്യനാണ്. ഈ സ്കൂളിലൊക്കെ അടിച്ച് കളിച്ച് പഠിച്ചു വളർന്നവനാണ്. ഇന്ന് നമ്മുടെ മർത്തോമ സഭയിലെ അവരുടെ തിരുവല്ലയിലെ ആ സ്കൂൾ സെൻറ്ററിനോട് ചേർന്ന് വളരെ വിദഗ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ 3 പേരെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ കരങ്ങൾ, അവരുടെ മനസ്സ് സത്യത്തിനും മായിട്ടേ പ്രവർത്തിക്കത്തുള്ളൂ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും അവർക്ക് കൃതജ്ഞതയും ആദ്യമേ തന്നെ അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ വന്ന എൻ്റെ പ്രിയ സഹോദരി വത്സമ്മയുണ്ട്, വിഷ്ണുനാഥ് MLA ഉണ്ട്, ജോസ് കെ ജോർജ് ഉണ്ട്, ബാബു അലക്സാണ്ടറുണ്ട്, സുൽപിയുണ്ട്. ഇവർക്ക് ആർക്കും ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ എല്ലാ ഇളയ സഹോദരന്മാരാണ്. ഞാൻ വെറുതെ വരണം 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 എന്ന് വിളിക്കത്തേ ഉള്ളൂ. അവരുടെ വന്നിരിക്കും. ഉള്ള സഹായങ്ങളെല്ലാം അവർ ചെയ്തു തരും. എല്ലാ കാര്യങ്ങളിലും എന്നോട് തോളോട് ഹൃദയം ചേർന്ന് പ്രവർത്തിക്കുന്ന അവർക്കുള്ള നന്ദിയും കൃതജ്ഞതയും അർപ്പിച്ചു കൊള്ളുന്നു. ഞങ്ങൾക്ക് വേണ്ടി വളരെ വളരെ കഷ്ടപ്പെട്ടതാണ് രാജൻ അച്ഛന്, നമ്മുടെ ജാൾസൺ അച്ഛന്. ഏറ്റവും ലാസ്റ്റിലാണ് പറയുന്നത് ഞാൻ അവർക്ക്, അല്ലേ? എൻ്റെ രീതികളെ അതാ. കാരണം ഇത് അവരുടെ കഷ്ടമാണ്. അവർക്കൊരു സർവീസൊന്നുമല്ല. അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അവരുടെ കുഞ്ഞാടുകളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ്. അത് നോക്കുവാനുള്ള ആ താലന്ത് അവരിലുണ്ട്, സ്നേഹം അവരിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യത്തിനനുസരിച്ചുള്ള കൃപാവരം എല്ലാവരും തരുന്നുണ്ട്. അത് നമ്മുടെ പ്രത്യേകിച്ച് ഒരു നന്ദിയോടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജോസഫ് ജോർജ് സാറിനാണ്. ജോസഫ് ജോർജ് സാറൊന്നും ഞാൻ വിളിച്ചത് തെറ്റായിപ്പോയി. എന്നാൽ ഇവിടുത്തെ പള്ളിയിലെ സെക്രട്ടറിയാണ്. ഈ എൻ്റെ ഗായക സംഘത്തിലെ ഷാർജ UAE ഗായക സംഘത്തിലെ മെമ്പറായിരുന്നു. ഈ ഗായക സംഘത്തിൽ തുടങ്ങി ഷാർജ ചർച്ചിലെ ഗായക സംഘമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങളുടെ മധുബായിലെ ഏറ്റവും വലിയ പ്രധാന ശുശ്രൂഷനായിട്ട് നിൽക്കുന്നു. എല്ലാ കാര്യങ്ങളിലും മുന്നോടിയായിട്ട് നിൽക്കുന്നു. ഇന്നിപ്പോൾ ചർച്ചിൻ്റെ സെക്രട്ടറിയുടെയാണ്. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും എത്തിച്ചത്, ആർക്കെങ്കിലും വിട്ടുകൊണ്ടില്ല. എൻ്റെ ഇവിടെ ഗീഗോറിയൻ TV ഞാൻ വിളിച്ചു. അത് ബിജു എനിക്ക് വളരെ നേരത്തെ തൊട്ടേ അറിയാവുന്ന പയ്യനാണ്. എൻ്റെ ഞങ്ങളുടെ അടുത്ത സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ഗീഗോറിയൻ TV ഇവിടെ വന്നു, ഏഷ്യാനെറ്റ് ഇവിടെ വന്നു. പിന്നെ എനിക്ക് ഫോട്ടോ എടുത്തു തരുന്നത് നമ്മുടെ മനോജ്. ഞാൻ ചുമ്മാ കണ്ണ് കാണിച്ചു ചന്തി മനോജ് ഓടി വന്ന് അച്ഛാ പള്ളിയിലേ ഞാൻ വന്ന് അങ്ങ് ചെയ്തോളാം എന്ന് പറയും. എല്ലാ അനുഗ്രഹവും അവർക്കെല്ലാം നേർന്നുകൊണ്ട് ഇവിടുത്തെ സെൻറ് തോമസ് യൂത്ത് ലീഗ്, ഇവിടുത്തെ ഭരണ വ്യക്താക്കള്, ഇവിടെ വൈദിക ശ്രേഷ്ഠർ 2-3 പേര് വന്നിട്ടുണ്ട്. അവർക്കും എല്ലാവർക്കും ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പ്രായമുണ്ട്, മറവികൾ വരും, പ്രധാനപ്പെട്ടവരെ വിട്ടുപോകാൻ വഴിയുണ്ട്. എല്ലാവർക്കും ദൈവനാമത്തിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്.